ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ്: അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി, താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. ദൈവമായ കർത്താവ് മനുഷ്യന് രൂപകൽപ്പനയൊക്കെ ചെയ്ത് അവന് വസിപ്പാൻ മനോഹരമായ ഒരു തോട്ടമൊക്കെ ഉണ്ടാക്കി അവിടെ അവനെ താമസിപ്പിച്ചു. അവിടെ അവനെ താമസിപ്പിച്ചിട്ട് ഏകനാക്കി കടന്നു പോകുന്ന ദൈവത്തെ അല്ല നമ്മൾ കാണുന്നത്. ഉൽപ്പത്തിയുടെ തന്നെ പുസ്തകം 3:8 ഇപ്രകാരമാണ് നമ്മൾ വായിച്ചെത്തുന്നത്: വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം കേട്ടു. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം കേട്ടു. ആദിമ മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. ദൈവത്തോടൊപ്പമുള്ള ഒരു യാത്ര, അവിടുത്തെ സ്വരം ശ്രവിക്കുന്നു, അവിടുത്തെ ഹിതം അറിയുന്നു. അങ്ങനെ ദൈവവുമായിട്ടുള്ള ഒരു യാത്ര നമ്മൾ കാണുകയാണ് ആദ്യ മനുഷ്യനിൽ. പക്ഷേ ഈ മനുഷ്യൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുകൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ അവരെ പർദീസായിൽ നിന്ന് ദൈവമായ കർത്താവ് പുറത്താക്കുന്നു. പുറത്താക്കിയെങ്കിലും വീണ്ടും ദൈവ സാന്നിധ്യമാകുന്ന ആ പർദീസായിലേക്ക് ദൈവമായ കർത്താവ് കരുണ കാണിച്ച് അവനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. തനിച്ചാക്കി പോകുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ കാണുന്നത്. അതീവ സ്നേഹത്തോടെ, അതീവ കരുണയോടെ വീണ്ടും അവനെ സ്വീകരിക്കുന്ന ഒരു ദൈവത്തെ. ഇന്നിൻ്റെ ഈ കാലയളവിൽ എത്തി നിൽക്കുന്ന നമുക്ക് ആദിമാതാപിതാക്കളെ പോലെ തന്നെ ദൈവത്തോടൊത്ത് ഉലാത്താൻ നമുക്കുണ്ട് മനോഹരമായ ഒരു തോട്ടം. അവിടുത്തെ കാലടി ശബ്ദം കേൾക്കാൻ നമുക്കുണ്ട് നല്ല ഒരു ഇടം. അത് വിശുദ്ധ ഗ്രന്ഥമാണ്, വിശുദ്ധ വചനമാണ്. ഒരു ആധ്യാത്മികമായ യാത്ര കർത്താവിനോട് ചേർന്ന് നടത്താൻ, ചേർന്ന് ഉലാത്താൻ, ശബ്ദം കേൾക്കാൻ ഇന്ന് മനുഷ്യൻ്റെ കരങ്ങളിൽ ഈ തിരുവെഴുത്ത് കർത്താവ് തന്നേക്കുകയാണ്. ഒരു വ്യക്തി ഈ മനോഹരമായ തോട്ടത്തിലൂടെ ഉലാത്താനായിട്ട് തുടങ്ങുമ്പോൾ അവൻ ശ്രവിക്കുന്നത് കർത്താവിൻ്റെ ശബ്ദമാണ്. കർത്താവിൻ്റെ ശബ്ദമാണ്. ഞാൻ ഓർക്കുന്നു, വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു സഹോദരൻ അരയ്ക്ക് കീപ്പുറം മുഴുവനും തളർന്നുപോയതാണ്. 36 വയസ്സ് പ്രായം, 2 പിള്ളേര്, ഭാര്യ. പെട്ടെന്നാണ് ആ അപകടം സംഭവിച്ചതും ഇപ്രകാരം വീൽ ചെയറിൽ ആയതും. ആ സഹോദരനെ കാണാനും പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ ആ സഹോദരൻ പറഞ്ഞൊരു കാര്യമുണ്ട്: സിസ്റ്ററെ, എനിക്കിന്ന് ഈ വീൽ ചെയറിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം കർത്താവിനോട് കൂടെ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. കർത്താവിനോടുകൂടെ യാത്ര ചെയ്യുക. മനോഹരമായൊരു പീഠം അലങ്കരിച്ച് ബാബുവിൻ്റെ മുറിയിൽ വെച്ചിട്ടുണ്ട്. ആ പീഠത്തിന്മേൽ വിശുദ്ധ ഗ്രന്ഥം ആഘോഷമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഒരു സമ്പൂർണ്ണ ബൈബിള് അദ്ദേഹത്തിൻ്റെ കട്ടിലേലിരിപ്പുണ്ട്. വീൽ ചെയറിൽ ഇരുന്ന് കട്ടിലെന്ന് അതിങ്ങെടുക്കാൻ പാകത്തിന് പറയുകയാണ്: 4 പ്രാവശ്യം ഞാൻ ഈ തോട്ടം മുഴുവനും ഉലാത്തി. 4 പ്രാവശ്യം ഞാൻ ഈ തോട്ടം മുഴുവൻ ഉലാത്തി എന്ന് വെച്ചാൽ വിശുദ്ധ ഗ്രന്ഥം ആദ്യം അവസാനം വായിച്ചു, പ്രാർത്ഥിച്ചു. ബാബു പറയുകയാണ്, വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ ഞാൻ കരങ്ങളിലെടുക്കുമ്പോൾ യേശു എൻ്റെ കൂടെ വരുന്ന ഒരു അനുഭവമാണ് സിസ്റ്റർമാരെ എനിക്കുള്ളത്. വിശുദ്ധ ഗ്രന്ഥം വായിക്കാനെടുക്കുമ്പോൾ തന്നെ കർത്താവ് കൂടെയുള്ള ഒരു അനുഭവം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ കൂടെ ചരിക്കാൻ, കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ ഇന്ന് ഈ തിരുവചനമാണ് നമ്മുടെ കരങ്ങളിലുള്ളത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു. ഈ
വചനം ജീവനാണ്, പ്രകാശമാണ്, ശക്തിയാണ്, കൃപയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അനുഭവിക്കുന്ന അനേകായിരങ്ങളെ നമ്മൾ കണ്ടുമുട്ടുകയാണ് ഈ ലോകത്ത്. വചനം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി അനുഭവിക്കുന്ന അനേകായിരം മനുഷ്യരെ നമ്മൾ കാണുകയാണ്. ഇന്ന് കർത്താവിനെക്കുറിച്ച് പഠിക്കാനായിട്ട് വിശുദ്ധ ഗ്രന്ഥമാണ് നമ്മുടെ കരങ്ങളിലുള്ളത്. കർത്താവിനെ അറിയാൻ ആശിക്കുന്ന ഒരാൾ, കേൾക്കാൻ ആശിക്കുന്ന ഒരാൾ വിശുദ്ധ ഗ്രന്ഥം എടുക്കുക, വായിക്കാൻ തുടങ്ങുക, കർത്താവിനോട് കൂടെ യാത്ര ചെയ്യുക. ക്രിസ്തുവാകുന്ന നിധി ഒളിഞ്ഞിരിക്കുന്ന വയലാണ് വിശുദ്ധ ഗ്രന്ഥം. ക്രിസ്തുവാകുന്ന നിധി ഒളിഞ്ഞിരിക്കുന്ന ഒരു വയലാണ് വിശുദ്ധ ഗ്രന്ഥം. അതുകൊണ്ട് ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ റോമാലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവെഴുത്ത് നമ്മൾ കാണുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. അപ്പം കർത്താവിനെ ധരിക്കാൻ ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ ഉപയോഗിക്കുക. അപ്പം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ആത്മീയ സന്തോഷവും ഉണർവും ഉന്മേഷവും ഒക്കെ കർത്താവ് തരും. എൻ്റെ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നടന്നു നീങ്ങി അനേകായിരങ്ങളെ ഈ വചനാഭിഷേകത്തിലേക്ക് നയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 മാസം മുൻപ് ഒരു സഹോദരന് അമേരിക്കയിൽ നിന്ന് എന്നെ ഫോൺ ചെയ്തു. അദ്ദേഹത്തിനൊരു പ്രത്യേക സൈസ് രോഗമാണ്. വൈദ്യശാസ്ത്രത്തിന് അത് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അദ്ദേഹം ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, സിസ്റ്റർ ടെസിൻ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഇന്നതുപോലെയാണ് കാര്യങ്ങളൊക്കെ. ഞാൻ ഫോണിലൂടെ പ്രാർത്ഥിച്ച് അങ്ങ് തീരുന്നതിന് മുൻപ് ഞാൻ വലിയൊരു ദർശനത്തിൽ കാണുകയാണ്. സങ്കീർത്തനങ്ങൾ എന്ന് എഴുതി വച്ചേക്കുന്നു. ഈ ചേട്ടൻ്റെ മുൻപിൽ സങ്കീർത്തനങ്ങൾ എന്ന് എഴുതി വച്ചേക്കുന്നു. അപ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു, സഹോദരൻ ഒരു കാര്യം ചെയ്യുക, ഇപ്പോൾ ഈ ഫോൺ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ സമ്പൂർണ്ണ ബൈബിൾ കരങ്ങളിലെടുത്ത് സങ്കീർത്തന പുസ്തകങ്ങൾ വായിക്കാനായിട്ട് തുടങ്ങുക. അപ്പോൾ എന്നെ ഫോൺ വിളിച്ചതിൻ്റെ 3-ാം ദിവസം ഇദ്ദേഹത്തിന് ആശുപത്രിയിലേക്ക് പോകണം, തുടർന്നുള്ള ഒരു ചെക്കപ്പിന്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചു, ഈ വചനഭാഗം വായിച്ചതിന് ശേഷം ആശുപത്രിയിലേക്ക് പോകാമെന്ന്. അപ്പം ഞാൻ അതുപോലെ അവരോട് പറയുകയും ചെയ്തു. അവരത് അനുസരിച്ചു. ഭാര്യയും ഭർത്താവും കൂടെ ഇരുന്ന് ഈ തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ മുഴുവനും വായിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവർ വായനയെല്ലാം കഴിഞ്ഞ് ആശുപത്രിയിലേക്ക് പോയി. അതൊരു വലിയൊരു പരിശോധനയിൽ കാര്യങ്ങൾ എന്താണെന്ന് നിർണ്ണയിക്കേണ്ട ഒരു പരിശോധനയാണെന്ന് നടക്കേണ്ടത്. ബ്ലഡ് ടെസ്റ്റാണ്. അവിടെ ചെന്നു, ബ്ലഡ് എടുത്തു, പരിശോധനയ്ക്ക് അയച്ചു. ബ്ലഡ് എടുത്തുകൊണ്ടിരുന്നപ്പം ഈ സഹോദരൻ്റെ ഉള്ളിൽ ഒരു വചനം ജീവിക്കുകയാണ്. ഭയപ്പെടണ്ട, നിൻ്റെ കാൽ വഴുതാൻ ഞാൻ അനുവദിക്കുകയില്ല. വായിച്ച വചനം ഹൃദയത്തിലേക്ക് വരിക. ബ്ലഡ് നേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നീ ഭയപ്പെടണ്ട, നിൻ്റെ കാല് വഴുതാൻ ഞാൻ അനുവദിക്കുകയില്ല. ബ്ലഡ് എടുത്തു കഴിഞ്ഞ് ഈ സഹോദരൻ പുറത്ത് വന്ന് ഭാര്യയോട് പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ലടി, എനിക്കൊരു കുഴപ്പമില്ല. വചനമാകുന്ന കർത്താവ് എന്നെ സുഖപ്പെടുത്തി. അവിടുത്തെ ശബ്ദം എൻ്റെ കർണപടത്തിൽ വന്നു. എന്നോട് പറഞ്ഞത് ഭയപ്പെടണ്ട, കാല് വഴുതാൻ അനുവദിക്കുകയില്ലെന്നാണ് പറഞ്ഞത്. ഭാര്യ അത് വിശ്വസിച്ചു. എൻ്റെ സഹോദരങ്ങളെ, 4 ദിവസം കഴിയുമ്പോൾ ഈ ബ്ലഡിൻ്റെ റിസൾട്ട് ഇവരുടെ കരങ്ങളിൽ എത്തണം. ആ ദിവസങ്ങളിൽ ഇവർ മുഴുവൻ പ്രാർത്ഥനാനിരതരായിരുന്നു. അങ്ങനെ 4 ദിവസം കഴിഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് എത്തി. വൈദ്യശാസ്ത്രം ഈ രോഗിയോട് പറയുകയാണ്, ബ്ലഡിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു കുഴപ്പം കാണുന്നില്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ വചനം, ജീവിക്കുന്ന വചനം, സൗഖ്യപ്പെടുത്തുന്ന വചനം, അനേകായിരങ്ങൾക്ക് അനുഭവമുള്ള ദൈവത്തിൻ്റെ വചനം. വീൽ ചെയറിലിരുന്ന് ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുന്ന ബാബു സഹോദരൻ പറഞ്ഞതുപോലെ കർത്താവിനോട് കൂടെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിനൊരു സുഖമാണ്. വീൽ ചെയറിൽ ഞാൻ ഇരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ വിസ്മരിക്കുകയാണ്. കർത്താവിനെ കേൾക്കുമ്പോൾ എൻ്റെ ജീവിതം സമാധാനം കൊണ്ട് ആവരണം ചെയ്യപ്പെടുകയാണ്. എൻ്റെ 2 കാലിനും ശേഷിയില്ല എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ ഇല്ല. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിനോട് കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ശക്തിയാണ് നമ്മളിൽ വന്ന് നിറയുന്നത്. 2-ാം വത്തിക്കാൻ സുനോദോസ് പ്രമാണരേഖയിൽ
ദൈവാവിഷ്കരണം നമ്പർ 23 നമ്മൾ ഇപ്രകാരം കാണുകയാണ്: തിരുസഭാ മക്കൾ ദൈവിക വചനങ്ങൾ കൊണ്ട് നിരന്തരം പരിപോഷിപ്പിക്കപ്പെടണം. തിരുസഭാ മക്കൾ ദൈവിക വചനങ്ങൾ കൊണ്ട് നിരന്തരം പരിപോഷിക്കപ്പെടണം. വചനം കൊണ്ട് വേണം നിരന്തരം നമ്മൾ ശക്തിയുള്ളവരാകാൻ. വചനം കൊണ്ട് വേണം നിരന്തരം നമ്മുടെ ജീവിതം തുടരാൻ. വിശുദ്ധാത്മാക്കൾ, സഭാപിതാക്കന്മാർ, ഇവരൊക്കെ ക്രിസ്തുവിനെ അന്വേഷിച്ചതും കണ്ടെത്തിയതും ഒക്കെ തിരുവചനത്തിലാണ്. അന്വേഷിക്കുന്നവൻ കണ്ടെത്തും. അവരന്വേഷിച്ച തിരുവചനത്തിലാണ്. അന്വേഷിച്ച് അവർ വചനത്തിൽ കർത്താവിനെ കണ്ടുമുട്ടി. വചനം എത്ര വ്യക്തികളെയാ മാനസാന്തരത്തിലേക്കും വിശുദ്ധമായ ജീവിതത്തിലേക്കും കൊണ്ടുവന്നിരിക്കുന്നത്. 2 സഹോദരന്മാരെ വെടിവെച്ച് കൊന്ന് സെൻട്രൽ ജയിലിൽ ശിക്ഷയ്ക്ക് കിടക്കുന്ന ഒരു സഹോദരൻ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനുമായിട്ട് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്: സിസ്റ്ററെ, എൻ്റെ ശിക്ഷ ഇന്ന് ജയിലിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജയിലിൽ ഞാൻ കിടന്ന ഈ നാളുകളിൽ എന്നെ കാണാൻ വന്ന ഒരു സുഹൃത്ത് എനിക്കൊരു സമ്മാനം കടലാസിൽ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കൂടിനകത്താക്കി ഭദ്രമാക്കി എൻ്റെ കയ്യിൽ കൊണ്ടുത്തന്നു. അദ്ദേഹം ഈ ബൈബിൾ എടുത്ത് കടലാസ് പൊതി എടുത്തപ്പോൾ ബൈബിൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ സഹോദരൻ അത് തുറന്നപ്പം ആദ്യ പേജിൽ എഴുതി വെച്ചേക്കുന്നു: നീ ഇവിടെ ആയിരിക്കുന്ന സമയം മുഴുവനും നിൻ്റെ മനസ്സിന് സമാധാനവും സന്തോഷവും തരാൻ ഈ വചനത്തിൻ്റെ വായന നിന്നെ സഹായിക്കുമെന്ന് കടലാസിൽ എഴുതി വെച്ചേക്കുകയാണ്. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അദ്ദേഹം അവിടെ ഇരുന്ന് വായന ആരംഭിച്ചു. അദ്ദേഹം പറയുകയാണ്: സിസ്റ്ററെ, ജയിലിലെ എൻ്റെ വർഷങ്ങൾ എത്ര സ്പീഡിൽ പോയെന്നറിയുമോ? ജയിലിൽ ഞാൻ കിടന്ന നാളുകൾ എത്ര സ്പീഡിൽ എന്നെ കടന്നു പോയെന്നറിയുമോ? ഈ സഹോദരൻ പറഞ്ഞു: എൻ്റെ മുഴുവൻ പാപങ്ങൾക്കും പരിഹാരം ചെയ്യാനും പശ്ചാത്തപിക്കാനും ദൈവത്തോട് മാപ്പിരക്കാനും സഹോദരങ്ങളുമായി രമ്യതപ്പെടാനും എല്ലാം എന്നോട് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ എനിക്ക് തോന്നി. വ്യക്തിപരമായി ദൈവമായ കർത്താവ് ഇറങ്ങി വന്ന് എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. എന്നിട്ട് ആ സഹോദരൻ പറഞ്ഞു: ഇന്നെനിക്ക് ലോകത്തിന് തരാൻ പറ്റാത്ത വലിയൊരു സമാധാനവും സന്തോഷവും കൊണ്ട് എൻ്റെ ഉള്ളം നിറഞ്ഞിരിക്കുകയാണെന്ന് ആ സഹോദരൻ പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവിനെ അന്വേഷിക്കാൻ നമ്മൾക്ക് കർത്താവ് നമുക്ക് തന്നിട്ടുള്ള അവിടുത്തെ തിരുവചസ്സുകളിലേക്ക് പോകാനായിട്ട് സാധിക്കണം. വിശുദ്ധ ആഗസ്തീനോസ് പറയുന്ന ഒരു കാര്യമുണ്ട്: വിശ്വാസികൾ തങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു ലൈബ്രറി ആക്കട്ടെ. വിശ്വാസികൾ അവരുടെ ഹൃദയത്തെ, അതായത് എന്നോട് നിന്നോട് പറയുകയാണ്, നിൻ്റെ ഹൃദയം ദൈവവചനത്തിൻ്റെ ഒരു ലൈബ്രറി ആകട്ടെ. നമ്മളൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒരു ലൈബ്രറിയിൽ ഒരു പുസ്തകം അന്വേഷിച്ച് ചെന്നാൽ നമ്മൾക്ക് ആ ഉദ്ദേശിക്കുന്ന കാര്യം അതിനകത്തുനിന്ന് കിട്ടുകയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ ജീവിതത്തിനും വേണ്ട കാര്യങ്ങളെല്ലാം ഈ ലൈബ്രറിയിലുണ്ട്. എടുക്കുക, അന്വേഷിക്കുക, വായിക്കുക, കണ്ടെത്തുക. ഇതൊരു ആത്മീയമായ പാനീയം നമ്മുടെ ആത്മജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുകയാണ്. ജെറമ്യായുടെ പ്രവചന ഗ്രന്ഥം 15-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവെഴുത്ത് ഇപ്രകാരമാണ്: അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. വചനം കണ്ടെത്തിയപ്പോൾ അത് ഭക്ഷിച്ചു എന്നാണ് അവിടെ വചനം പറയുന്നത്. പ്രവാചകൻ പറയുകയാണ്, ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദമായി. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ് അല്ലേ? മനസ്സിന് വലിയൊരു സുഖമുണ്ട്, ഒരു സന്തോഷമുണ്ട്. ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ സന്തോഷമാണ്, ഒരാനന്ദമാണ് എന്ന് വചനം പറയാണ്. വചനം ഭക്ഷിച്ചപ്പോൾ അത് ഹൃദയത്തിന് ആനന്ദമായി മാറി, ഹൃദയത്തിന് വലിയ സന്തോഷമായി മാറി. അതുകൊണ്ട് കർത്താവ് നമുക്ക് തരുന്ന ആനന്ദവും സന്തോഷവും വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ. സഭാപിതാവായ വിശുദ്ധ ഇസിദോർ പറയുന്ന ഒരു കാര്യമുണ്ട്: വിശുദ്ധ ലിഖിതം നീതിമാൻ സ്വാദോടെ മേയുന്ന ഉന്നതമായ പച്ചപ്പുൽത്തകിടിയാണ്. നീതിമാൻ
സ്വാദോടെ തിരയുന്ന പച്ച പുൽത്തകിടിയാണ് തിരുവചനം. നീതിമാൻ ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയവൻ, അവൻ തേടുന്ന ഒരു പച്ച പുൽത്തകിടി. സ്വാദോടെ മേയാൻ അവന് സാധിക്കുന്നു. അവിടെ സ്വാദോടെ രുചികരമായി മേയാൻ അവന് സാധിക്കുന്നു. തിരുവചനം രുചിയോടെ നമുക്ക് ഭക്ഷിക്കാൻ, ശക്തിയോടെ ഭക്ഷിക്കാൻ, നമ്മുടെ ജീവിതങ്ങളിൽ താങ്ങായി തണലായി നിൽക്കുന്ന വലിയൊരു ജീവൻ്റെ തുടിപ്പ്. ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഞാനും മറ്റൊരു സിസ്റ്ററും കൂടെ ഒരു യാത്രയിലാണ്. യാത്ര ചെയ്ത് കുറച്ച് ദൂരം പോകണമായിരുന്നു. അവിടെ നിന്ന് ഓട്ടോറിക്ഷയിലിരുന്ന് ഞാൻ ഉറങ്ങി. പക്ഷെ ഉറങ്ങുകയാണേലും എൻ്റെ ഉള്ളിൽ ഞാനൊരു തിരുവചന ഭാഗം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ശക്തനായവൻ എൻ്റെ കൂടെയുണ്ട്. ആ വചനം എൻ്റെ ഉള്ളിലുണ്ട്. ഞാനത് ഉച്ചത്തിൽ പറയുകയാണ്, പക്ഷേ ഞാൻ മയങ്ങുകയുമാണ്. ശക്തനായവൻ കൂട്ടത്തിലുണ്ട്. ഞങ്ങളങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയി. പെട്ടെന്നായിരുന്നു ആ അപകടം. ജീപ്പ് വന്ന് ഞങ്ങളുടെ ഓട്ടോറിക്ഷയ്ക്കിട്ട് ഇടിച്ചു. ഓട്ടോറിക്ഷ മറിഞ്ഞു. അതിലുണ്ടായിരുന്ന ഞാനും എൻ്റെ കൂടെയുള്ള സിസ്റ്ററും മറിഞ്ഞു. എൻ്റെ കാലിനും മുട്ടിന് പരിക്ക് പറ്റി. ആ സിസ്റ്ററിൻ്റെ കൈക്കും പരിക്ക് പറ്റി. അങ്ങനെ ഞങ്ങളെ ആ ജീപ്പുകാർ തന്നെ എടുത്ത് അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് പരിശോധനയൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ആ തിരുവചനത്തിൻ്റെ ശക്തിയും അഭിഷേകവുമാണ് എനിക്ക് കൂടെ വന്നത് എന്ന് എനിക്ക് നല്ല വിശ്വാസമാണ്, നല്ല ഉറപ്പാണ്. നീതിമാൻ സ്വാദോടെ മേയുന്ന പച്ച പുൽത്തകിടി തിരുവെഴുത്ത്. പ്രിയ സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം സമയങ്ങൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. എത്ര കാര്യങ്ങൾക്ക് വേണ്ടി എത്ര സമയങ്ങൾ നിങ്ങൾ ചെലവഴിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം ഒന്ന് എടുക്കാമോ? കരങ്ങളിൽ ഒന്നെടുത്ത് അതൊന്ന് ആദ്യം തൊട്ട് അവസാനം വരെ ഒന്ന് വായിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് തരുന്ന രുചികരമായ ഈ ഭക്ഷണം നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ എത്രയോ കൃപയായി, എത്രയോ നിറവായി, എത്രയോ അനുഭവമായി. ഒരുപാട് മേഖലകളിൽ കർത്താവ് നമ്മളെ വളർത്തുകയും അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യും. ഇന്നെല്ലാ വീടുകളിലും വിശുദ്ധ ഗ്രന്ഥം അലങ്കരിച്ച് മനോഹരമായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ പേരിന് മാത്രം ഒരു സെൻറ്റൻസ് വായിച്ച് അങ്ങ് തീർക്കരുത്. വിശുദ്ധ ഗ്രന്ഥം നമ്മളുടെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നു കഴിയുമ്പോൾ ഇതിൽ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും എന്നോടാണ് കർത്താവ് സംസാരിക്കുന്നത് എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ അംബ്രോസ് പുണ്യാളൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവവചനം ദൈവിക രഹസ്യങ്ങൾ തുറന്നു തരുന്നതിനാൽ അത് ഒരു പാനപാത്രം പോലെയാണ്. അതിൽ നിന്ന് ക്രിസ്തുവിനെ കുടിക്കുന്നവൻ ഭാഗ്യവാനാണ്. വിശുദ്ധ ഗ്രന്ഥം ഒരു പാനപാത്രം പോലെയാണ്. അത് കുടിക്കുന്നവൻ അനുഗ്രഹീതനാണ്. കാരണം ഇത് ഞാൻ കുടിക്കുമ്പോൾ, ഞാനിത് വായിക്കുമ്പോൾ, ഞാനിത് ധ്യാനിക്കുമ്പോൾ ദൈവിക രഹസ്യങ്ങൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുന്നു. ഞാനൊരു സ്കൂൾ വാർഷികത്തിന് പോയി. ഒരു കൊച്ച് അവിടെ പ്രസംഗത്തിന് വേണ്ടി സ്റ്റേജിൽ വന്നു. ആ കുഞ്ഞ് ആദ്യം പറഞ്ഞത് ഒരു തിരുവചന ഭാഗമാണ്. തിരുവചന ഭാഗം 3 സ്ഥലത്തായിട്ട് ആ കുഞ്ഞ് ഉച്ചരിച്ചു. പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗത്തൊരു വചനം പറഞ്ഞു, മധ്യഭാഗത്തൊരു വചനം പറഞ്ഞു, അവസാനം ഒരു വചനം പറഞ്ഞുകൊണ്ടാണ് ആ പ്രസംഗം അവസാനിപ്പിച്ചത്. ആ കുഞ്ഞിനെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ആ വലിയ ചടങ്ങിൽ അവസാന ഭാഗത്തിലേക്ക് എത്തിയപ്പോൾ ഈ കൊച്ചിനെ ഒന്ന് കണ്ടാൽ കൊള്ളാം എന്നൊരാശ എനിക്കുണ്ടായി. അപ്പം ഞാൻ എൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ചു, എനിക്ക് ആ കൊച്ചിനെ ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു. അങ്ങനെ കൊച്ചിനെ കാണാമല്ലോ സിസ്റ്റർ, ഇതാ ഇവിടെ ഇരിക്കുന്നു. കൊച്ചിൻ്റെ അടുത്ത് ചെന്ന് കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ ആരാ പ്രസംഗം എഴുതുന്നത്? ഉടനെ കൊച്ചു പറയുകയാണ്, എൻ്റെ പപ്പയാണ് എനിക്ക് പ്രസംഗം എഴുതുന്നത്. ഓ, പപ്പയാണോ കുഞ്ഞിന് എഴുതുന്നത്? വളരെ നന്നായി പറഞ്ഞല്ലോ. ഉടനെ കൊച്ചെടുത്ത് വായി സന്തോഷത്തോടെ പറയുകയാണ്, എൻ്റെ പപ്പയെ വചനപ്രഘോഷകനാ. ആ പ്രസംഗത്തിൽ അതറിയാമായിരുന്നു. നമുക്കെന്തോരം മേഖലകൾ കർത്താവ് നമുക്കായി ഒരുക്കി തരുന്നു. എവിടെയൊക്കെ നമുക്ക് കർത്താവിൻ്റെ ഒരു വചനം പറയാം. പക്ഷെ പലർക്കും ലജ്ജയാണ് അത് പറയാൻ, അല്ലെങ്കിൽ മടിയാണ്.
അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ട് നമുക്കൊരു ധൈര്യമില്ലാത്തതുപോലെയാണ്. ജീവിതത്തിൽ നിരാശരായ ഒരുപാട് മനുഷ്യർ ഈ വചന ശ്രവണത്തിലൂടെയും ധ്യാനത്തിലൂടെയൊക്കെ ശക്തിപ്പെട്ടിട്ട് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അങ്ങനെ അനേകർ ഈ വചനം വായിച്ചും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ശക്തി സംഭരിക്കുന്ന എത്രയോ പേരുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ധ്യാനിക്കാനായിട്ട് കടന്നു വന്ന് സോറിയാസിസ് രോഗമുള്ള ഒരു സഹോദരൻ പറഞ്ഞു, ഓർക്കുക സിസ്റ്റർ, എനിക്കിന്ന രോഗമാണ്, ഒത്തിരി കാലമൊന്നും എനിക്കില്ല, പക്ഷേ കർത്താവ് എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഞാൻ ഈ വചനം പഠിക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും കർത്താവ് എനിക്ക് ഒരുപാട് സാധ്യതകളും മേഖലകളും ഒക്കെ തന്നേക്കുന്നത് കൊണ്ട് ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇന്ന് കർത്താവിനെ കാണാൻ കണ്ടുമുട്ടാൻ നമുക്ക് നമ്മുടെ കൈവശമുള്ളത് വിശുദ്ധ ഗ്രന്ഥമാണ്. അതുകൊണ്ട് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. അത് കാണാൻ, അത് അനുഭവിക്കാൻ, അത് ഹൃദയത്തിൽ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ വചനം ഏദൻ തോട്ടത്തിൽ ആദിമാതാപിതാക്കൾ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് ജീവിച്ചതുപോലെ ഇന്ന് കർത്താവിനോട് കൂടെ ജീവിക്കാൻ, കർത്താവിനോട് ഒപ്പം പ്രവർത്തിക്കാൻ ഈ തിരുവചനം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് നല്ലൊരു തീരുമാനമെടുക്കാം. ഇന്നു മുതൽ സ്വാദുള്ള ഈ പച്ച പുൽത്തകിടിയിൽ ഞാൻ മേയാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നു. ക്രിസ്തുവാകുന്ന ഈ പാനപാത്രം ഞാൻ കുടിക്കുവാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നു. അങ്ങനെ വചനത്തിൻ്റെ പരിശുദ്ധവും നിർമ്മലവുമായ സാക്ഷികളായി ജീവിക്കുവാൻ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കൊന്ന് കണ്ണടയ്ക്കാം. വചനമായ ഈശോയെ, സൗഖ്യവും കരുതലും രക്ഷയും സത്യവും സ്വാതന്ത്ര്യവുമായ ഈശോയെ, അങ്ങയെ അനുഭവിക്കുവാൻ, അങ്ങയെ കേൾക്കുവാൻ, അങ്ങയുടെ വചനത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ രോഗാവസ്ഥമായ ജീവിതത്തിലേക്ക്, നിരാശയും ദുഃഖപൂർണമായ ജീവിതത്തിലേക്ക് വചനമായി അങ്ങ് കടന്നു വന്ന് സമാധാനവും സന്തോഷവും എനിക്ക് പ്രദാനം ചെയ്യണമേ. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം അങ്ങയിലാണെന്ന് ഞാൻ കണ്ടെത്തട്ടെ. അതിനായി എന്നെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.